കൊല്ലം ജില്ലയിലെ കോളേജുകളിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്ത് KSU. കൊട്ടാരക്കര SG കോളേജിൽ KSU നേതാവിനെതിരെ SFI DYFI പ്രവർത്തകർ ആക്രമിച്ചെന്നാരോപിച്ചാണ് പ്രതിഷേധ നടപടി. ജില്ലയിലെ സ്കൂളുകൾ ഒഴികെ മുഴുവൻ ക്യാമ്പസുകളിലും പഠിപ്പ് മുടക്കുമെന്നാണ് KSU നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. ജില്ലയിലെ സ്കൂളുകളെ ബന്ദിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നാളെ സ്തംഭിക്കുമെന്ന് KSU ജില്ലാ നേതൃത്വം അറിയിച്ചു. തൃശൂർ DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS അനിൽകുമാർ BJPയിൽ ചേർന്നു. BJP സംസ്ഥാന ഓഫീസിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അനിൽകുമാറിന്റെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ചെയർമാൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, DCC സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ച അനിൽകുമാർ റെഡ് ക്രോസ് സൊസൈറ്റി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. തൃശൂർ ജില്ലയിൽ BJPയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് മത തീവ്രവാദ സംഘങ്ങൾക്ക് അടിമപ്പെട്ട് കഴിഞ്ഞതായും അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞു. BJP ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, സംസ്ഥാന പ്രഭാരി മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ, കേന്ദ്രമന്ത്രി ശോഭ കരന്തജലൈ എന്നിവർ അനിൽകുമാറിനെ അഭിനന്ദിച്ചു. പത്ത് വർഷം മുമ്പത്തെ UDF സർക്കാരിനെയും പിണറായി സർക്കാരിനെയും താരതമ്യം ചെയ്ത് സർക്കാർ അനുകൂല പരസ്യം നൽകിയ PRD നടപടിയെ ന്യായീകരിച്ച് മുൻ ധനമന്ത്രിയും CPM നേതാവുമായ ഡോക്ടർ തോമസ് ഐസക്. ഈ പരസ്യം കണ്ട് ഇത്ര വിരളേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തോടെ തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലാണ് തോമസ് ഐസക് നിലപാട് വ്യക്തമാക്കുന്നത്. സർക്കാർ പണം ചിലവിട്ട് പരസ്യം നൽകിയെന്ന വിമർശനത്തിന് മുൻ UDF സർക്കാർ ഇതേ ഇനത്തിൽ ചെലവിട്ട് 151 കോടി രൂപയുടെ കണക്ക് ചൂണ്ടിക്കാട്ടിയാണ് തോമസ് ഐസക് പ്രതിരോധിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് PK ശശിയെ പുറത്താക്കിയതിന് പിന്നാലെ ആഹ്ലാദ പ്രകടനവുമായി CPIM പ്രവർത്തകർ. മണ്ണാർക്കാടാണ് ആഹ്ലാദ പ്രകടനം നടന്നത്. പടക്കം പൊട്ടിച്ചും ലഡു വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ ആഘോഷിച്ചത്. പാർട്ടിക്കൊപ്പം നിന്നാൽ PK ശശി, ഇല്ലെങ്കിൽ വെറും ശശി എന്ന് DYFI മണ്ണാർക്കാട് ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം പരിഹസിച്ചു. CPIM സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കുമെതിരെ അടക്കം രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയതിന് പിന്നാലെയാണ് PK ശശിയെ CPIM പുറത്താക്കിയത്. സുഖോയ് Su-30 MKI യുദ്ധവിമാനം തകർന്നു വീണതായി റിപ്പോർട്ട്. റഡാറിൽ നിന്നും ബന്ധം നഷ്ടപ്പെട്ടതായി അസം ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസമിൽ 7 മണിയോടെയാണ് സംഭവം. പൈലറ്റിനെ കാണാനില്ല. വ്യോമസേന പരിശോധന തുടരുകയാണ്. ജോർഹാട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനവുമായി രാത്രി 7:40ഓടെയാണ് അവസാനമായി ബന്ധപ്പെടാനായത്.